ഈ മഴ നനഞ്ഞ് കിടക്കുന്ന അന്തരീക്ഷമൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണല്ലേ. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഫസ്റ്റ് ഡേ മഴ നനഞ്ഞ് കുടയൊക്കെ പിടിച്ച് നടന്നു പോകുന്നതും അങ്ങനത്തെ കുറേ മെമ്മറീസൊക്കെ നമുക്ക് തോന്നും അല്ലേ. അതും എല്ലാം ഓർമ്മകളായി. ഇപ്പം നമ്മൾ നമ്മുടെ മക്കളെയും കൊണ്ട് പോവുക സ്കൂളിൽ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ റയാച്ചൻ്റെ ഫസ്റ്റ് ഡേ സ്കൂളിലേക്ക് പോകുന്ന ഫസ്റ്റ് ഡേ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കേന്ദ്രീയ വിദ്യാലയത്തിൽ ആണ് അവൻ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് രാവിലെ ക്ലാസ് തുടങ്ങും. 8:30 ആകുമ്പം ക്ലാസ് തുടങ്ങും. 2:30 വരെ ഉള്ളൂ ക്ലാസ്. പക്ഷേ നമുക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. വടവാതൂരാണ്. നമ്മൾ താമസിക്കുന്നത് ചിങ്ങവനത്താണ്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ പോകേണ്ടി വരും. അപ്പോൾ രാവിലെ ഫസ്റ്റ് ഡേ തന്നെ വിളിച്ചെണീപ്പിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടാണ്. അവധിയുള്ള ദിവസങ്ങളിലൊക്കെ ഒരു 10 മണി 10:30 ആകുമ്പം ആണ് പുള്ളി എണീറ്റ് വന്നുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഈ ഒരു ഷിഫ്റ്റ് പുള്ളിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെ തന്നെ എണീപ്പിക്കുക എന്ന് രാത്രി എത്ര സമയം വേണേലും ഇരിക്കും. രാവിലെ എണീക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ സെയിം ക്യാരക്ടറാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് രാവിലെ എണീക്കുക എന്ന് പറയുന്നത്. വൈകിട്ട് എത്ര മണി വരെ വേണേലും ഇരിക്കാം, എണീറ്റല്ലേ പറ്റുമോ. അങ്ങനെ രണ്ടുപേരെ രാവിലെ എണീപ്പിച്ചു. നല്ല മഴയും കൂടെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഇട്ടിരുന്ന ബനിയൻ്റെ പുറത്ത് വേറെ ഷർട്ടും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടാണ് കിടന്നത്. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന് എൻ്റെ ദേഷ്യത്തിൽ ഇഷ്ടക്കേടിലും ഒക്കെ ഇരിക്കുക രണ്ടുപേരും. ഒരു വിധത്തിൽ പല്ലൊക്കെ തേപ്പിച്ചു റെഡിയാക്കി എടുത്തുകൊണ്ടിരിക്കുക. ഒരാളെ റെഡിയാക്കുമ്പോൾ ഒരാൾക്ക് പ്രശ്നം. അവരുറക്കം തീർന്ന് എണീറ്റ് വരാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ഇങ്ങനെ ഒരു യന്ത്രം പോലെ അവിടെ അങ്ങ് ഇരിക്കും. നമ്മൾ പിന്നെ എല്ലാം ചെയ്തു കൊടുക്കണം. ഒന്നും ചെയ്യത്തില്ല, ഒന്നിനും സഹകരിക്കത്തില്ല. അവിടെ അങ്ങ് ഇരുന്ന് തരും. നിങ്ങളെന്ത് എന്ന് വെച്ചാൽ കാണിച്ചോ എന്നുള്ള രീതിയിലാണ്. എൻ്റെ ഇടയ്ക്ക് ഞാനൊരു ചായയൊക്കെ ഇട്ടുകൊണ്ട് വന്നു. ഫസ്റ്റ് ഡേ ആയിരുന്നതുകൊണ്ട് ഞാനും ഇച്ചായനും കൂടെ അവൻ്റെ കൂടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി ലേറ്റായിട്ട് ഇറങ്ങിയാൽ മതി. വാന് വരുമ്പം 7:15 ആകുമ്പോൾ വാൻ വരും. ആ സമയത്ത് ഒരുക്കി വിടണം. ഇന്നിപ്പം ഞങ്ങൾക്ക് 7:45 ആകുമ്പോഴത്തേക്കും ഇറങ്ങിയാൽ മതി. 8:15 ആകുമ്പോൾ അവിടെ ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്നു. രാവിലെ തന്നെ ജുവാച്ചനാണ് ഭയങ്കര ചൊറിച്ചിലാണ്. ചൊറിഞ്ഞ് എണീറ്റ് വന്നതിൻ്റെ ഒരു ഇറിറ്റേഷനായി കാണിക്കുന്നത്. കുറേ നേരമൊക്കെ ചൊറിയിപ്പിച്ചു ദേഹമൊക്കെ. അതിന് ശേഷം പുട്ടപ്പായുടെ ഉറക്കമൊക്കെ മാറാനായിട്ട് അപ്പ എക്സസൈസൊക്കെ ചെയ്യിപ്പിക്കുക. ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടേ കാണത്തുള്ളായിരിക്കും. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഈ ഒരു റുട്ടീനിലോട്ടായി കഴിഞ്ഞാൽ ഒരു കണക്കിന് നല്ലതാണ്. രാവിലെ തന്നെ നമ്മൾ നേരത്തെ എണീറ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പരിപാടി ഇപ്പോൾ വീട്ടിലെ പണിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞോളുമല്ലോ. അന്ന് രാവിലെ നമ്മൾ ഇഡ്ഡലി സാമ്പാറും ഉണ്ടാക്കി. അത്രയും നേരത്തെ റയാച്ചൻ കഴിക്കുമെന്ന് നമുക്ക് വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലായിരുന്നു. ഫസ്റ്റ് ഡേ ആയിരുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടായിരിക്കും വലിയ ഉടക്കില്ലാതെ പുള്ളി അങ്ങ് കഴിച്ചു. ഞാനപ്പം ഇഡ്ഡലി കഴിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ച് പാലും മുട്ടയൊക്കെ റെഡിയാക്കി വെച്ചു. കുറച്ചെന്തോ നിർബന്ധിച്ചൊരു പാലും മുട്ടയും പാലും ഒക്കെ കൊടുത്തു രാവിലെ തന്നെ. കൊച്ചിന് ചോദിച്ചോളൂ. കൊച്ചു ഇഡ്ഡലി തിന്നാവോ? എന്നിട്ട് പച്ചവെള്ളവും ചൂടുവെള്ളവും മിക്സ് ചെയ്ത് കുളിപ്പിക്കും. വാരി തരാം, ഇവിടെ കയറിയിരിക്കേ. ആദ്യം കുട്ടായിനെയും കൂടെ ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് അവനെയും കൂടെ എണീപ്പിച്ചത്. അവന് കുറച്ചുകൂടെ ലേറ്റായിട്ട് എണീറ്റാൽ മതിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴയും കാര്യങ്ങളും. ഞാൻ ആ വഴി തന്നെ ജോലിക്കും എനിക്ക് പോകണമായിരുന്നു. എന്നാൽ പിന്നെ അവനെ വിടണ്ട. അംഗനവാടിയിൽ അവർക്ക് പ്രോഗ്രാമും ഒക്കെ ഉണ്ടായിരുന്നു. എത്ര ഇഡലി വെക്കണം? 1. അയ്യടേ 2 ഇഡലി. സാമ്പാർ എൻ്റെ പുറത്ത് ഒഴിക്കണേ. അഴുക്ക 11:30 ആകുമ്പോൾ കഴിക്കുമല്ലോ അല്ലേ. മുട്ട വെച്ചോ? ഉപ്പിട്ടായിരുന്നു. അയ്യോ, ഉപ്പില്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ തണുത്തിരിക്കുമ്പോൾ ഒരു ടേസ്റ്റും കാണത്തില്ല. തുറക്കാൻ എന്തെങ്കിലും പാടുണ്ടോ ടീച്ചറിനോട് പറയണേ. കൊച്ചടുത്ത ആഴ്ചയല്ലേ സ്കൂളിൽ പോകുന്നത്. ഇതിനകത്ത് ഇത് രണ്ടും കൊള്ളുമെന്ന് നോക്കട്ടെ.
അവനെ കൊണ്ടുപോയില്ല. പക്ഷേ പോകുന്നതിന് കുറച്ച് മുന്നേ മാത്രം ഞങ്ങൾ എടുത്ത ഡിസിഷനാണ് അവനെ കൊണ്ടുപോകണ്ട എന്നുള്ളത്. അതുകൊണ്ട് രാവിലെ തന്നെ അവൻ്റെ പല്ലുതേപ്പും കഴിപ്പും ഒക്കെ കഴിയുകയും ചെയ്തു. ഇതും കൂടി ഇതിനകത്തോട്ട് ഇതിനകത്ത് വെച്ചേക്കാവേ. അല്ല വല്ല കറിയോ വല്ലതും പറ്റിയാൽ സെറ്റ്. അത് കയ്യിൽ റയാച്ചനെ പയ്യെ ഒരുക്കി വിടാനുള്ള പരിപാടി. രാവിലെ തന്നെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തു. യൂണിഫോമൊക്കെ ഇട്ട് പുതിയ യൂണിഫോം അച്ഛനെ കാണിക്കാൻ പോവുക. ഫസ്റ്റ് ഡേ സ്കൂളിലേക്ക് പോവുകയല്ലേ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വിടാനായിട്ട്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് അതിനെ കൊണ്ട് ശുചിയൊക്കെ കൊടുപ്പിച്ച് ഇറങ്ങാനുള്ള പരിപാടി. സൂപ്പറായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയാണ്. ശരി ആയിരിക്കട്ടെ എന്നാണ് പ്രയോജനം. നാണം കൂടി അങ്ങ് നിൽക്കും. അവനോ ഓൾറെഡി സ്കൂളിലൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഓരോ അധ്യയന വർഷം തുടങ്ങുമ്പോഴും നമുക്ക് ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫീല് തന്നെയാണല്ലേ. എന്തോ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീലിംഗ്. മഴയായിരുന്നുകൊണ്ട് തന്നെ വഴിയിലെല്ലാം വെള്ളം കയറി കിടക്കുമായിരുന്നു. നമ്മുടെ ആ ഏരിയയിൽ വെള്ളം അങ്ങനെ കെട്ടി നിൽക്കത്തില്ല, ഒഴുകിപ്പോകും. അപ്പുറേ സൈഡിൽ കണ്ടമാണ്, അതുകൊണ്ട് വെള്ളം ഒഴുകിപ്പോകും. കുറച്ച് നേരം പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇച്ചിരി മഴ വെള്ളം നിൽക്കുന്നേ ഉള്ളൂ. അങ്ങനെ കുട്ടപ്പയ്യനെയും കൊണ്ട് ഞങ്ങൾ സ്കൂളിലേക്ക് പോവുകയാണ്. സ്കൂളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റേച്ചനെല്ലാം ഒരുങ്ങി റെഡിയായി. ഇന്നാണ് ഞങ്ങൾ കാറിന് പോകുന്നത്. അടുത്ത ദിവസം തൊട്ട് കുറച്ചും കൂടെ നേരത്തെ റേച്ചന് വണ്ടി കയറി പോകണ്ട, മറ്റേ ബസ് കയറി പോകണം. സ്കൂൾ വാൻ ഇവിടെ വരും, ഇവിടെ തൊട്ടടുത്തുള്ള സ്ഥലം വരെ വരും. ഇവിടെ അച്ഛയോ വല്ലതും കൊണ്ട് വിടണമായിരിക്കും. അച്ഛയോ ഈനമ്മയ്ക്ക് 10:15 ആകുമ്പോൾ എത്തിയാൽ മതി. 9:45 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. ആ സമയത്ത് ഒന്നെങ്കിൽ ജീനമ്മ കൊണ്ടുവിടണം, എനിക്ക് സെക്കൻഡ് ഡ്യൂട്ടി ആണെങ്കിൽ ഞാൻ കൊണ്ടുവിടണം. റയാച്ചൻ ഇപ്പം കേന്ദ്രീയ വിദ്യാലയത്തിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. അവൻ ഓൾറെഡി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കഴിഞ്ഞതാണ്. ഇവിടെ BILP പള്ളത്താണ് അവൻ പഠിച്ചത്. അപ്പം കേന്ദ്രീയ വിദ്യാലയത്തിൽ അഡ്മിഷൻ്റെ സമയത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കോട്ടയിൽ നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാമായിരുന്നു. അങ്ങനെ കൊടുത്ത് കിട്ടുമെന്ന് വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ കൊടുത്ത് അത് കിട്ടുകയും ചെയ്തു കേട്ടോ. ഞങ്ങൾ നേരത്തെ തൊട്ടേ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് KVയിൽ പഠിപ്പിക്കണം എന്നുള്ളത് ഇച്ചാൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ അവിടെ അഡ്മിഷൻ കിട്ടി. അങ്ങനെയാണ് ഇപ്പോൾ 1ാം ക്ലാസ്സിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി പഠിക്കാൻ പോവാണ്. നമ്മുടെ പാറക്കടവ്. ഇപ്പൊ അങ്ങനെ ആരും ഇവിടെ വരുന്നൊന്നുമില്ല തോന്നല്ലേ. അതിന്റെ ഭംഗിയൊക്കെ പോയല്ലേ. ഇത് വീഡിയോ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു വെള്ളം ചെറിയൊരു മഴ പെയ്താൽ മതി, അതിന് ഫ്രണ്ടിലും അകത്തും എല്ലാം വെള്ളം. ഈ രണ്ട് സൈഡിൽ ഈ മരം നിൽക്കുന്നതാണ് നല്ല രസമാണ്. ഒറ്റ മഴ മതി, അന്നേരം ഫുള്ള് വെള്ളം. വീഡിയോകളിൽ വരുന്ന മെയിൻ ഒരു ഏരിയ, വീഡിയോ ഇല്ലാത്ത സമയത്ത് നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയ പുതുപ്പള്ളിയുടെ സൈഡിലുള്ള ബജ്ജിക്കടയും തട്ടുകടയും ജ്യൂസുകടയും. ഇവിടെ ഒരു പായസക്കടയുണ്ട്. അയച്ച ഓർക്കുന്നുണ്ടോ ഇവിടെ നിന്ന് പായസം കുടിച്ച്? ഈ പള്ളിയൊക്കെ ഇതാണ് പ്രശസ്തമായ പുതുപ്പള്ളി പള്ളി. കഴിഞ്ഞോ? എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പെരുന്നാളല്ലായിരുന്നു ഈ ഇടയ്ക്ക്? ആയിരുന്നല്ലോ. അയ്യോ,
റയാച്ചൻ്റെ സ്കൂളിലേക്ക് എത്തിയ കാഴ്ചയാണ് കാണുന്നത്. ഇവിടുത്തെ അങ്ങേയറ്റം വരെ വണ്ടി കിടക്കുക. എങ്ങനെ അവിടെ വരെ എത്തും? അങ്ങനെ വരെ എത്തണ്ട, ഇവിടെ വരെ ഇട്ടാൽ മതി. 8:15 എത്തണം എന്ന് പറഞ്ഞാൽ ഇപ്പം 8:30 8:30ക്കാണ് അസംബ്ലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 8:15 ആകുമ്പോഴത്തേക്കും പിള്ളേരെല്ലാം എത്തിക്കണം എന്ന് പറഞ്ഞതാണ്. നമ്മളവിടെ വന്നപ്പം കുറേ ഏരിയയിൽ ഇങ്ങനെ വണ്ടി ഫുള്ള് ബ്ലോക്കായിട്ട് കിടക്കും. ഇവരുടെ സ്കൂളിലേക്ക് വന്നത് തന്നെയാണ്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് പേരൻസൊക്കെ കൊണ്ടുവിടുമല്ലോ, അങ്ങനെ കൊണ്ടുവിടാൻ വന്നവരായിരിക്കും. അങ്ങനെ ഞങ്ങളവിടുന്ന് വണ്ടിയെ വന്നാൽ താമസിക്കും എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇറങ്ങി നടന്നു, കുറച്ചങ്ങ് നടന്നു. മെയിൻ ഗേറ്റിൻ്റെ അവിടെ നിന്നും കുറച്ച് ദൂരം നടക്കാനുണ്ട് ഇവരുടെ ക്ലാസ് റൂമിലേക്കൊക്കെ എത്താനായിട്ട്. എനിക്ക് ശരിക്കും ആ സ്കൂളും അതിൻ്റെ അന്തരീക്ഷവും ഒക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് അത്യാവശ്യം ഡിസിപ്ലിൻഡ് ആയിട്ടാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു വരുന്നത്. തന്നെ നടക്കുവാണെങ്കിൽ ഈ സൈഡിൽ കൂടെ കയറി വേണം നടക്കാൻ കേട്ടോ, അല്ലെങ്കിൽ വണ്ടി വരുന്ന വഴിയല്ലേ, വണ്ടി അപ്പം വന്നാൽ അറിയത്തില്ലല്ലോ. വീഡിയോ കാണുന്നത് തന്നെ സൈഡിൽ ഇരിക്കാനുള്ള സ്പേസ്, ആ ഗ്രൗണ്ടിൻ്റെ സൈഡിൽ തന്നെ ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്കൂൾ തുറക്കുന്ന അവിടെ തന്നെ വീഴാതിരിക്കാനായിട്ട് അവിടെ എല്ലാം അവർ ക്ലീൻ ചെയ്യുന്നൊക്കെ ഉണ്ട്. തേക്കട പോയിരുന്നു, എവിടെ സീറ്റുള്ള നോക്കിക്കും. ആ സൈഡിലാണോ ഇവിടെ? സാറിൻ്റെ അടുത്താണ് അത് ഇങ്ങനെ. അസംബ്ലിയൊക്കെ പക്കാ അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾ ആ അസംബ്ലി ഫുള്ള് കണ്ടിട്ട് നമുക്ക് ഭയങ്കര നല്ലൊരു ഫീലാണ്. അവരുടെ പ്രയർ സോങ് ഒക്കെ ആണെങ്കിലും നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ നന്നായിട്ട് ലയിച്ച് നിൽക്കാൻ പറ്റുന്ന ടൈപ്പ് അങ്ങനത്തെയൊക്കെ ഒരു സോങ്. പിന്നെ എല്ലാവരും ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ട് എല്ലാത്തിലും ഭയങ്കര ഇൻവോൾവ്ഡ് ആയിട്ട് അങ്ങനെ തന്നെയാണ് പിള്ളേരെല്ലാം നിൽക്കുന്നത്. പിന്നെ അവർക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു പുതിയ വേർഡ് പരിചയപ്പെടുത്തുന്നു, അതിന് തന്നെ ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, സംസ്കൃതം അങ്ങനെ പല ഭാഷകൾ തന്നെ അവിടെ അവതരിപ്പിക്കുന്നു. അങ്ങനെ ഓരോ വേർഡ്സ് പുതിയതായിട്ട് അവർക്ക് പഠിക്കാൻ പറ്റും. ഇതൊക്കെയാണ് റയാച്ചൻ്റെ ഫസ്റ്റ് ഡേയിലെ വിശേഷങ്ങൾ.